ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിപ്പും ചവ്വരിയും ക്യാരറ്റും കുക്കറിലിട്ടിട്ട് വളരെ എളുപ്പത്തിൽ വെറും 2 വിസിലിൽ ചെയ്യാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയുമായാണ്. ഈ റെസിപ്പി ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും. അത്ര എളുപ്പത്തിലാണ് ഈ റെസിപ്പി നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നെയ്യിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ വലിയ ദൂരമുള്ള ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ക്യാരറ്റ് ഇവിടെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുക്കറിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചെറുപരിപ്പ് നന്നായി കഴുകി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പരിപ്പ് നന്നായി ഫ്രൈ ആയി നല്ലൊരു മണം വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വച്ച് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. പരിപ്പ് നല്ല രീതിയിൽ ഫ്രൈ ആയി നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 കപ്പ് ചവ്വരി 25 മിനിറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. വെള്ളം നന്നായി വാർത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ചവ്വരി കുതിർത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഇത് ഒറ്റയായി കിടക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. നമ്മൾ ചവ്വരി എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ 5 കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മളിവിടെ 1 കപ്പ് ചവ്വരിയും 1/2 കപ്പ് പരിപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വയ്ക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെറും 2 വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ 2 വിസിൽ അടിച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിരിക്കുകയാണ്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും ചവ്വരിയും ക്യാരറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെറും 2 വിസിലിൽ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടി. അല്പം തിക്കായും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയുടെ പൊടി ആയതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. കട്ടയായുള്ള ശർക്കരയാണെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി അലിയിച്ചതിന് ശേഷം അരിച്ച് ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതല്പം ലൂസായി വരും. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അതിനായി മറ്റൊരു അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായി ഫ്രൈ ആയി നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇത് നമ്മൾ ഈ നെയ്യോടെ തന്നെ നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള 1-ാം പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പേ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം കാച്ചിയ പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കാച്ചിയ പാൽ ചേർക്കുന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഈ പായസത്തിന് തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പായസം ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും. വളരെ എളുപ്പത്തിൽ കുക്കറിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി പായസമാണിത്. ഈ ചൂടുകാലത്ത് ഇങ്ങനെ ഒരു പായസം കുടിക്കുന്നത് നമ്മുടെ വയറിനും ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് നൽകും.
അപ്പോൾ ഈ പായസത്തിൻ്റെ റെസിപ്പി കൂട്ടുകാരെല്ലാം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. പരിപ്പും ചവ്വരിയും ക്യാരറ്റും ചേർത്ത് ഈ പായസ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.